കുളിച്ചിട്ട് തല തുവർത്തി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരികയാണ് ഷീതു. അവൾ നോക്കിയപ്പോൾ അവൻ ഫോണിൽ എന്തോ നോക്കി കട്ടിലിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അല്ല, ഇച്ചായൻ ഇതുവരെ താഴേക്ക് പോയില്ലേ? ഞാൻ കരുതി ഇച്ചായൻ താഴെയാണെന്ന്. അവനെ കണ്ടതും അവൾ ചോദിച്ചു. അവൾ ചോദിക്കുന്നത് കേട്ട് അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ഇല്ലെന്ന് ചുമലനക്കി. എന്തായാലും ഞാൻ താഴെ ചെല്ലുമ്പോൾ അവന്മാരവിടെ തന്നെ കാണും. എന്നെ കണ്ട രണ്ടുപേരും കൂടി എന്നെ ട്രോളുകയും ചെയ്യും. സോ നീയും കൂടി വന്നിട്ട് ഒന്നിച്ച് താഴേക്ക് പോകാമെന്ന് കരുതി. അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു. അയ്യ, അത് നല്ല ഐഡിയ ആണല്ലോ. അപ്പോൾ പിന്നെ എനിക്കും കൂടി കിട്ടട്ടേന്ന് അല്ലേ? അവൾ കുറുമ്പോടെ അവനെ നോക്കി ചോദിച്ചു. നീയുണ്ടെങ്കിൽ അവന്മാർ അത്രയും പച്ചയ്ക്ക് പറയില്ല. എന്നെ ഒച്ചയ്ക്ക് കിട്ടിയാൽ അവന്മാർ വറുത്തു കോരും. പിന്നെ അവന്മാരുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പറ്റില്ല. അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു. അത് ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ ആലോചിക്കണം. വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അനിയന്മാർക്ക് ട്രോളാൻ വേണ്ടി നിന്ന് കൊടുക്കിനി. അവൾ തിരികെ അവനെ നോക്കി പറഞ്ഞു. അതെൻ്റെ കൊച്ചക്ക് പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അത് കേട്ടതും അവൾ സംശയത്തോടെ നെറ്റി ചുളിച്ചുകൊണ്ട് സ്വയം കണ്ണാടിയിലേക്ക് നോക്കി. കാരണം അവൾ കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്നിട്ടായിരുന്നു അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഇന്നലെ എൻ്റെ കൊച്ച് ഒരുപാട് പറഞ്ഞു വേണ്ടാന്ന്. പക്ഷെ ഞാനൊന്ന് ഉമ്മ വെച്ച് തുടങ്ങിയപ്പോഴേക്കും എന്നേക്കാൾ കാര്യത്തിലേക്ക് കടക്കാൻ വെമ്പല് കൊണ്ട് നിന്നത് എൻ്റെ കൊച്ചു തന്നെയായിരുന്നു. അതെന്താ മറന്നുപോയോ? അവൻ അവളെ കളിയാക്കി പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. അവളൊരു പാൻറ്റും ബനിയനുമായിരുന്നു വേഷം. കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്ന് തല തുവർത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ. അത് കണ്ടതും ചാർലി പുറകിൽ കൂടി ചെന്ന് അവളെ വട്ടം പിടിച്ചു. അവൾക്കാണെങ്കിൽ അവൻ അങ്ങനെ പറയുന്നത് കേട്ട് വല്ലാത്ത ചളുപ്പ് തോന്നി. എങ്ങനെയെങ്കിലും അവനെ ഫേസ് ചെയ്യാതെ അവിടെ നിന്നും പോകണമെന്നായിരുന്നു അവളുടെ ചിന്ത. അപ്പോഴാണ് അവൻ പുറകിൽ കൂടി വന്ന് അവളെ വട്ടം പിടിച്ചത്. ഇജായ, മതി സ്നേഹിച്ചത്, അങ്ങോട്ട് മാറിക്കേ. സമയം എത്രയെന്ന് നോക്കിക്കേ. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലേറ്റായിട്ട് എഴുന്നേക്കുന്നത്. മമ്മിയൊക്കെ എന്ത് കരുതുവോ എന്തോ. അവൾ പറഞ്ഞുകൊണ്ട് തൻ്റെ ഇടുപ്പിൽ വെച്ചിരുന്ന അവൻ്റെ കൈ എടുത്തു മാറ്റി. എൻ്റെ ഷീതു, നമ്മുടെ പപ്പയും മമ്മിയും ഒക്കെ ഈ പ്രായം കഴിഞ്ഞിട്ടാടി വന്നത്. ആവുന്ന കാലത്ത് എൻ്റെ പപ്പ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. മമ്മി തന്നെ എപ്പോഴും പാപ്പനെ പറ്റി പറയുന്നത് നീയും കേൾക്കുന്നതല്ലേ. പാപ്പൻ്റെ അതേ സ്വഭാവമാണ് 3 മക്കൾക്കും കിട്ടിയിരിക്കുന്നതെന്ന്. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവും. അവൻ പറഞ്ഞതും അവൾ ഊവ് എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തല കുലുക്കി. അല്ല, ഇന്നലെ നല്ല ഫോമിലായിരുന്നല്ലോ. ഒളിക്കണ്ടിട്ട് അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ കണ്ണാടിയിൽ കൂടി തന്നെ പറഞ്ഞു. അതും എൻ്റെ കൊച്ചു പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഈയിടെ കൊച്ചു സത്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറയുക. അവൻ പറയുന്നത് കേട്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ കൊച്ചു ഇന്നലെ രാത്രിയിൽ ആ സൗണ്ടൊക്കെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായായിരുന്നു ആരായിരുന്നു നല്ല ഫോമിലെന്ന്. അവൻ തിരികെ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ വീണ്ടും ചമ്മിയതുപോലെയായി. എനിവേ, എൻ്റെ ഷീതുവിന് ഇന്നലെ മനസ്സിലായില്ലേ മദ്യത്തേക്കാൾ ലഹരി എനിക്ക് അതിലാണെന്ന്. അവൻ അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനിയും അവനോട് സംസാരിച്ചു നിന്നാൽ ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ പറയുമെന്നും അത് തനിക്ക് തന്നെയാണ് ദോഷമെന്നും അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും എസ്കേപ്പ് അടിക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ കൊച്ചിനെന്താ നാണമാണോ? പെണ്ണാകെ ബ്ലഷ് അടിച്ചിട്ട് നിൽക്കുവാണല്ലോ. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ വീണ്ടും വീണ്ടും കളിയാക്കിക്കൊണ്ടിരുന്നു. ഒന്ന് പോയേ ചായ, രാവിലെ തന്നെ ഇറങ്ങിയേക്കുവാ റൊമാൻസും കൊണ്ട്. വരുന്നെങ്കിൽ ഇങ്ങോട്ട് വാ. അവൾ പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങിയതും അവനും ഒരു ചിരിച്ചുകൊണ്ട് അവളുടെ ഒപ്പം താഴേക്ക് ഇറങ്ങി ചെന്നു. അവർ താഴെ ചെന്നപ്പോൾ അവൻ കരുതിയതുപോലെ തന്നെ ക്രിസ്റ്റിയും റിയാനും ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. രണ്ടുപേരും സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കണ്ട് അവന്മാർ രണ്ടുപേരും കൂടി പരസ്പരം എന്തോ പറഞ്ഞ് അവരെ ആക്കി ചിരിക്കാൻ തുടങ്ങി. അപ്പേ, ചാർലി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കണ്ടതും ഈസോ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവനുടനെ കുഞ്ഞിനെ പൊക്കിയെടുത്ത് അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു. അപ്പയുടെ പൊന്ന് രാവിലെ എഴുന്നേറ്റോ? ചാർലി കുഞ്ഞിനോടായി ചോദിച്ചു. ഞങ്ങളുടെ നാട്ടിൽ 10 മണിയൊക്കെ കുറച്ച് അധികമാണ്. ക്രിസ്റ്റി ആരോടൊന്നില്ലാതെ പറയുന്നത് കേട്ട് ചാർലി കുഞ്ഞിൻ്റെ മുഖത്തു നിന്നും അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഷീതു ചമ്മിയതുപോലെ ചാർലിയുടെ അടുത്ത് നിന്നും കുറച്ച് നീങ്ങി നിന്നു. എടി സുബി, നിന്നെ അവർക്ക് രണ്ടുപേർക്കും വേണ്ടടി. ഇപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും മാത്രം മതി. നിന്നെ അവർ ഗെറ്റൗട്ട് അടിച്ചു. അതുകൊണ്ട് എൻ്റെ മോളിങ്ങ് പോരെ. റയാപ്പ നോക്കിക്കോളാം. റയാൻ ചാർലിയെ കളിയാക്കിക്കൊണ്ട് കുഞ്ഞിനോട് പറഞ്ഞു. ഇനി അവിടെ നിന്നാൽ കൂടുതൽ ഓരോന്നും കേൾക്കേണ്ടി വരുമെന്ന് കരുതി ഷീതു പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. ഏട്ടത്തി, ഓയ്. റയാൻ പുറകിൽ നിന്നും വിളിച്ചതും അവളൊന്ന് നിന്നു. പിന്നെ തിരിഞ്ഞ് അവന്മാരെ ഒന്ന് നോക്കിയതിന് ശേഷം നല്ലതുപോലെ ഇളിച്ചു കാണിച്ചു. നല്ല ക്ഷീണമുണ്ടല്ലോ ഏട്ടത്തി മുഖത്ത്. ഇന്നലെ നല്ലതുപോലെ ഉറങ്ങിയില്ലേ ഏട്ടത്തി? അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ നേരെ നോക്കിയത് ചാർലിയുടെ മുഖത്തേക്കാണ്. എന്താടി, ഇന്നലെ രാത്രി ഇവൻ തന്നെ ഉറക്കിയില്ലേ? അവൾ ചാർലിയെ നോക്കുന്നത് കണ്ട് ക്രിസ്റ്റി അവിടെ നിന്നും ഗോളടിച്ചു. അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു. ചാർലി കുഞ്ഞിനെയും കൊണ്ട് അവന്മാരുടെ അടുത്തേക്കും ചെന്നിരുന്നു. എന്താടാ അവളുടെ മുഖത്ത് ആകെ ഒരു നാണമൊക്കെ? പതിവില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ. ഇന്നലെ രാത്രി കൊന്നോടാ നീ അവളെ? ക്രിസ്റ്റി ചാർലിയെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ എന്തായാലും കെട്ടി ലൈസൻസ് എടുത്തിട്ടാ. അല്ലാതെ തരം കിട്ടിയപ്പോൾ കല്യാണത്തിന് മുൻപേ തന്നെ ഉമ്മിക്കാൻ ആരുടെയും വീട്ടിൽ കയറി ചെന്നില്ലല്ലോ. നാട്ടുകാർ ഞങ്ങളെ പൊക്കിയതുമില്ല.
ചാർലി തിരികെ അവനെ നോക്കി പറഞ്ഞു. അവനങ്ങനെ പറയുന്നത് കേട്ടതും റയാൻ പൊട്ടിച്ചിരിച്ചു. അത് തന്നെ മാത്രം കുത്തിയതാണെന്ന് മനസ്സിലായ ക്രിസ്റ്റി അണ്ടിപ്പോയ അണ്ണാനെ പോലെ വായും തുറന്ന് ചാർലിയുടെ മുഖത്തേക്ക് നോക്കി. ചാർലി അങ്ങനെ ഒരു ഗോൾ അടിക്കുമെന്ന് അവൻ പെട്ടെന്ന് കരുതിയിരുന്നില്ല. റയാനാണെങ്കിൽ ചിരി സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അത് നിർത്തുന്നില്ല എന്ന് മനസ്സിലായതും ക്രിസ്റ്റി അവൻ്റെ കാലിലിട്ടൊരു ചവിട്ട് കൊടുത്തു. ആ അമ്മേ! അവൻ പെട്ടെന്ന് നിലവിളിച്ചതും അടുക്കളയിൽ നിന്നും അവൻ്റെ മമ്മി ഇറങ്ങി വന്നു. പുറകിൽ അവളും ഉണ്ടായിരുന്നു. എന്നതാടാ കാര്യം? അവർ വന്ന് ചോദിച്ചതും 3 പേരും പരസ്പരം നോക്കാൻ തുടങ്ങി. എന്തിനാടാ എന്നെ വിളിച്ചത്? 3 പേരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് അവർ വീണ്ടും ചോദിച്ചു. അത് മമ്മിയെ വിളിച്ചതല്ല. എല്ലാ മലയാളികളും വിളിക്കുന്നത് പോലെ ഒരു ആക്ഷൻ്റെ റിയാക്ഷനിൽ അവൻ വിളിച്ചു പോയതാ. ചാർലി അവരെ നോക്കി മറുപടി പറഞ്ഞു. വെറുതെ ബാക്കിയുള്ളവരെ പേടിപ്പിക്കാൻ. ഞാൻ കരുതി ഇനി അടുത്ത എന്തോ പ്രശ്നം വന്നെന്ന്. അവർ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം അടുക്കളയിലേക്ക് നടന്നു. ഷീതുവും അവരുടെ പുറകെ അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചു. ഇല്ലെങ്കിൽ ശരിയാവില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. ചാർലിയെ! ക്രിസ്റ്റി അവനെ ഒന്ന് ആക്കുന്നത് പോലെ വിളിച്ചു. അത് കേട്ടതും അവൻ സംശയത്തോടെ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി. വൈകാതെ ഞങ്ങളെ ഒന്നുകൂടി നീ അപ്പാപ്പന്മാരാക്കുവോ? ഇസുവിന് കൂട്ടായിട്ട് ഒരാളും കൂടി വരുവോ? ക്രിസ്റ്റി ചിരിച്ചു. പോടാ പോടാ! അതും പറഞ്ഞ് ചാർലി സോഫയിൽ വെച്ചിരുന്ന തലേണയെടുത്ത് അവനെ എറിഞ്ഞു. ക്രിസ്റ്റി അത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് പിടിച്ചു. അടുക്കളയിൽ മമ്മിയുടെ ഒപ്പം നിൽക്കുകയാണ് ഷീതു. മോള് നാളെയാണോ ദേവൻ സാറിൻ്റെ ഒപ്പം തറവാട്ടിലേക്ക് പോകുന്നത്? ചായക്കപ്പ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നതിനിടയിൽ അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞത് മറ്റന്നാ പോവാന്നാ. അവിടെ അമ്പലത്തിൽ ഉത്സവത്തിന് വേണ്ടി മറ്റന്നാ കൊടിയേറും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണത്രേ. അച്ഛൻ്റെ തറവാട്ടിലൊക്കെ അത് ഭയങ്കര ആഘോഷമാണ്. കുടുംബക്ഷേത്രമാണെന്ന് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഉത്സവത്തിന് വീട്ടിൽ നിന്ന് എല്ലാവരും എല്ലാ കാര്യത്തിനും പങ്കെടുക്കും അത്രേ. 10 ദിവസത്തെ ഉത്സവം കഴിഞ്ഞിട്ട് തിരികെ വരാമെന്നാണ് അച്ഛൻ പറഞ്ഞത്. ലാസ്റ്റ് ദിവസം അവിടെ ഭയങ്കര പരിപാടികളാ മമ്മി. ഇവിടുന്ന് എല്ലാവരെയും ലാസ്റ്റ് ദിവസം ഉത്സവത്തിന് ക്ഷണിക്കുമെന്നും അച്ഛൻ പറഞ്ഞു. അവരുടെയൊക്കെ കൂടെ മമ്മിയും പപ്പയും വരണേ. അവൾ സന്തോഷത്തോടെ പറയുന്നത് കേട്ട് മമ്മി അവളെ നോക്കി നിന്നുപോയി. അച്ഛനും കുടുംബവും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞതിൽ അവൾ വളരെ സന്തോഷിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നിപ്പോയി. മോക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി അല്ലേ? അവരെ എല്ലാവരെയും ആദ്യമായിട്ടല്ലേ കാണാൻ പോകുന്നത്? അതിൻ്റെ സന്തോഷം മോളുടെ മുഖത്തുണ്ട്. അവർ അവളുടെ കവളിൽ ഒന്ന് കൈവച്ചുകൊണ്ട് പറഞ്ഞു. മമ്മി പറഞ്ഞത് ശരിയാ. എനിക്ക് അവരെയൊക്കെ കാണാൻ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നുണ്ട്. തന്നെയല്ല, ഞാൻ ഇന്ന് വരെ ഒരു അമ്പലത്തിൽ ഉത്സവത്തിനും പോയിട്ടില്ല. കാരുണ്യെ വളർന്നതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസവും അത് തന്നെയായിരുന്നു. അതിലിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല കേട്ടോ. പണ്ട് മുതലേ ജാതി ഏതാണ് മതം ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് എനിക്ക് എല്ലാ ദൈവങ്ങളിലും ഒരുപോലെ വിശ്വാസമാണ്. പിന്നെ എൻ്റെ അച്ഛൻ ഹിന്ദു ആണെങ്കിലും എൻ്റെ അമ്മ ക്രിസ്ത്യാനിയല്ലേ. അതുകൊണ്ട് എനിക്ക് രണ്ടിടവും പോവാലോ. നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ അച്ഛൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ അത് കുടുംബക്ഷേത്രത്തിൽ തന്നെ ആവണമെന്ന് അച്ഛനൊരാഗ്രഹം. അല്ല മമ്മി, ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരെല്ലാവരും എന്നെ അംഗീകരിക്കുമായിരിക്കും അല്ലേ? അതോ അവർക്കൊക്കെ ഞാനൊരു അന്യായിരിക്കുമോ? അവൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. അവിടുത്തെ മുത്തശ്ശിക്കൊക്കെ മോളെ കാണണമെന്നല്ലേ ദേവൻ സാറ് പറഞ്ഞത്? അങ്ങനെ ഒരു ദേഷ്യം മറ്റുണ്ടായിരുന്നെങ്കിൽ അവർ മോളെ അങ്ങോട്ടേക്ക് കൊണ്ടുചെല്ലാൻ പറയില്ലല്ലോ. മോളെ കാണണമെന്നും പറയില്ലല്ലോ. ഒറ്റക്കേട് കാണിക്കുകയല്ലേ ചെയ്യേണ്ടത്? അവർ സംശയത്തോടെ തിരികെ അവളോട് ചോദിച്ചു. ഞാനും അത് ആലോചിച്ചിരുന്നു മമ്മി. മുത്തശ്ശിക്ക് എന്നോട് ഭയങ്കര കാര്യമാണ്. കാരണം അച്ഛൻ വീഡിയോ കോൾ വിളിച്ചിട്ട് എന്നെ മുത്തശ്ശിക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും മുത്തശ്ശിയും കുറച്ച് സമയം സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അവിടെ അപ്പോൾ ചെറിയച്ഛന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് അവരൊക്കെ നല്ല സ്നേഹമാണെന്നാ. മാത്രമല്ല അച്ഛനല്ലേ അവിടെ മൂത്തത്. അതുകൊണ്ട് തന്നെ അച്ഛനോട് അവർക്ക് ഭയങ്കര സ്നേഹവും വിശ്വാസവും ബഹുമാനവും ഒക്കെ ഉണ്ടെന്നാണ്. ആ സ്ഥിതിക്ക് എന്നോടത് കാണിക്കുമായിരിക്കും അല്ലേ? എന്നെ അകറ്റി നിർത്തില്ലായിരിക്കും. അവളൊരു സാധ്യത പോലെ പറഞ്ഞു. അല്ലെങ്കിൽ മോളെ സ്നേഹിക്കാതിരിക്കാൻ ആർക്കാ കഴിയുന്നത്? ആരെയും ദ്രോഹിക്കാനോ വേദനിപ്പിക്കാനോ അറിയാത്ത കുട്ടിയല്ലേ നീ. നിന്റെ ആ നല്ല മനസ്സുകൊണ്ടാ നിന്റെ അച്ഛനെയും അമ്മയൊക്കെ നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അവർ വീണ്ടും പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. അല്ല, അച്ഛൻ രാവിലെ പോയ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കോളേജിലേക്ക് പോകണമെന്ന്. അഡ്മിഷൻ എടുത്തിട്ട് ആകെ കുറച്ച് ദിവസം മാത്രമാണ് ഞാൻ കോളേജിൽ പോയത്. ആദ്യം വീണിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പം ദേ ഇങ്ങനെ. എന്നോട് പറഞ്ഞത് എക്സാം മാത്രം പോയി എഴുതിയാൽ മതിയെന്നാ അവൾ അവരോട് പറഞ്ഞു. അത് ശരിയാ മോളെ, അത് നല്ല കാര്യമാണ്. എങ്കിൽ പിന്നെ അങ്ങനെ നോക്ക്. അവരും തിരികെ അവളോട് പറഞ്ഞു. പക്ഷെ അത് ശരിയാവില്ല മമ്മി. ക്ലാസ് കിട്ടാതെ നമുക്ക് എക്സാം എഴുതാൻ കഴിയില്ല. അത് ഞാൻ ഇച്ചായനോട് പറഞ്ഞപ്പോൾ ഇച്ചായൻ പറഞ്ഞു അച്ഛൻ്റെ തറവാട്ടിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഇനി കോളേജിലേക്ക് പോയാൽ മതിയെന്ന്. ആലോചിച്ചപ്പോൾ എനിക്കത് ശരിയാണെന്ന് തോന്നി. ഇന്നൊരു ദിവസത്തേക്ക് ഇനി കോളേജിലേക്ക് പോകണ്ടല്ലോ. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു. അല്ല മോളെ, നീ തറവാട്ടിലേക്ക് പോകുമ്പോൾ ചാർലിയും മോളും നിൻ്റെ ഒപ്പം വരുന്നുണ്ടോ? അവർ സംശയത്തോട് ചോദിച്ചു. അച്ഛൻ്റെ ഒപ്പം ഞാൻ പോകുന്ന ദിവസം എന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശി പറഞ്ഞിരുന്നു കുഞ്ഞിനെ ഇച്ചായനെയും കൊണ്ട് ചെല്ലണമെന്ന്. ഇച്ചായൻ പറഞ്ഞത് അന്ന് വന്ന് അവരെയൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെട്ടിട്ട് ഇച്ചായനും മോളും തിരികെ വരാമെന്നാ. അച്ഛൻ്റെ കൂടെ സ്വാതന്ത്ര്യത്തോടെ കുറച്ച് ദിവസം ഞാൻ നിന്നോളാൻ പറഞ്ഞു. പക്ഷെ എന്നെ കാണാതെ അവൾ നിൽക്കുമെന്നാണ് എൻ്റെ പേടി. അവൾ അവരെ നോക്കി പറഞ്ഞു. അവക്കങ്ങനെ വഴക്കൊന്നും ഇല്ലല്ലോ മോളെ. പറയാനുണ്ടെങ്കിൽ അവൾക്ക് വേറെ ആരെയും വേണ്ട. ഇന്നലെ അവൻ്റെ ഒപ്പമല്ലേ അവൾ കിടന്നുറങ്ങിയത്. നീ സ്വസ്ഥമായിട്ട് അച്ഛൻ്റെ ഒപ്പം തറവാട്ടിൽ പോയി നിന്നിട്ട് വാ.
ചാർലി പറഞ്ഞതുപോലെ അച്ഛനും മോളുമായിട്ട് കുറച്ച് നിമിഷം കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോ. അഥവാ നിന്നെ കാണണമെന്നോ മറ്റോ പറഞ്ഞ അമ്മാരാരേലും കുഞ്ഞിനെ കൊണ്ടുവരും. അവർ പറഞ്ഞതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നിയിരുന്നു. ദേ ഈ കോഫി കൊണ്ടു ചെന്ന് നീ അവന് കൊടുത്തിട്ട് വാ, അവർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവരെ നോക്കി തലയാട്ടിക്കൊണ്ട് അവൾ ആ കോഫിയുമായി ഹാളിലേക്ക് നടന്നു. അവൾ ചെന്നപ്പോൾ അവർ 3 പേരും ഇപ്പോഴും സോഫയിൽ ഇരിക്കുകയാണ്. അവരുടെ അടുത്തേക്ക് പോകാൻ അവൾക്ക് ആകെ ഒരു നാണക്കേട് തോന്നിയെങ്കിലും രണ്ടും കൽപ്പിച്ച് അവൾ അവരുടെ അടുത്തേക്ക് നടന്നു. ഡാ ദേ, ക്രിസ്റ്റി ചാർലി ഒന്ന് തട്ടിക്കൊണ്ട് പുരികം പൊക്കി അവളെ കാണിച്ചു കൊടുത്തു. ചാർലി അങ്ങോട്ടേക്ക് നോക്കിയതും തങ്ങളെ നോക്കി വരുന്ന ഷീതുവിനെയാണ് കണ്ടത്. ഇച്ചായ കോഫി. അവൾ ആ കോഫി ചാർലിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയതിനു ശേഷം അവളുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി. ചേട്ടായി കോഫി. റയാൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ചുണ്ട് കൂർപ്പിച്ചു വെച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചാർലി അത് ചുണ്ടിലേക്ക് അടുപ്പിച്ചപ്പോഴാണ് അത് പറഞ്ഞ് റയാൻ അവനെ കളിയാക്കിയത്. കേട്ടതും ചാർലി കോഫി നെറുകയിൽ കയറി ഒന്ന് ചുമച്ചു. ക്രിസ്റ്റി പെട്ടെന്ന് തന്നെ അവൻ്റെ തലയിലൊന്ന് കൊട്ടിക്കൊടുത്തു. പിന്നെ അവനെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അവൾ അവിടെ നിൽക്കാൻ പറ്റാതെ പെട്ടെന്ന് തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും റയാൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ പിടിച്ച് ചാർലിയുടെ അടുത്തേക്ക് ഇരുത്തി. ചാർലി അവളെ ഒന്ന് നോക്കിയതും അവളും തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. റയാൻ, അവൾ വല്ലാതെ വിളിച്ചു. ക്രിസ്റ്റിച്ച, ഇവരെ രണ്ടുപേരെയും ഒന്ന് നോക്കിക്കേ, ഇതുവരെ കാണാത്ത ഭാവങ്ങളൊക്കെയല്ലേ ഇവരുടെ മുഖത്ത് വിരിയുന്നേ. റയാൻ രണ്ടുപേരെയും കുടഞ്ഞ് സംസാരിക്കുകയായിരുന്നു. റയാൻ ഒന്ന് മാറിക്കേ. ഷീതു അവനെ തള്ളി മാറ്റി പോകാൻ തുടങ്ങിയപ്പോഴാണ് അവളുടെ കഴുത്തിലേക്ക് അവൻ ശ്രദ്ധിക്കുന്നത്. ഏട്ടത്തി. റയാൻ പെട്ടെന്ന് വിളിച്ചതും ഷീതു നിന്നു. പിന്നെ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഏട്ടത്തിയുടെ കഴുത്തിലെന്താ ഒരു പാട്? റയാൻ അവളുടെ കഴുത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും ഷീതു പെട്ടെന്ന് കഴുത്തിലേക്ക് കൈവച്ചു. ചാർലി സംശയത്തോടെ അവളെ നോക്കി. അത് പിന്നെ ഇന്നലെ അവൾ എന്ത് പറയണമെന്നറിയാതെ തപ്പിപ്പെറുക്കിക്കൊണ്ട് ചാർലിയുടെ മുഖത്തേക്ക് നോക്കി. ഇത് ഇന്നലെ ഒരു ഉറുമ്പ് കടിച്ചതാ അവളെ. ചാർലി പെട്ടെന്ന് അവരെ നോക്കി മറുപടി പറഞ്ഞു. ഇന്നലെ രാത്രി മുറി വെച്ച് കടിച്ചതാണെങ്കിൽ അത് ഉറുമ്പൊന്നും ആയിരിക്കത്തില്ല ഏട്ടത്തി, ഏതെങ്കിലും വേട്ടാവളിയനായിരിക്കും. റയാൻ പറഞ്ഞതും ക്രിസ്റ്റി ചിരി സഹിക്കാൻ വയ്യാതെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഷീതു ആണെങ്കിൽ അവിടെ നിന്നങ്ങ് ഉരുകുകയാണ്. ചാർലി ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവളും അവനെ നോക്കി. ക്രിസ്റ്റി അത് റയാനെ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ സന്തോഷത്തിന്റെ ദിവസമായിരുന്നു അന്ന്. അവരുടെ രണ്ടുപേരുടെയും സ്നേഹവും പ്രണയവും അവിടെയുള്ളവർക്കെല്ലാം ഒരുപോലെ സന്തോഷം നൽകുന്നതായിരുന്നു. എന്നും ഈ സന്തോഷം നിലനിൽക്കണമെന്നാണ് എല്ലാവരും ആ നിമിഷം മനസ്സിൽ പ്രാർത്ഥിച്ചത്.